ഇതാണ് ആ പുതിയ പൾസറിൻ്റെ 150 പറഞ്ഞില്ലേ, ഹെഡൊക്കെ കംപ്ലീറ്റ് മാറ്റി. XP ആണോ? ഹലോ യൂട്യൂബ്, വെൽക്കം ടു അദർ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ ടൈറ്റിൽ റെഡി ചെയ്തതുപോലെ തന്നെ നമ്മുടെ NS 400 വീഡിയോ ആണ്. ഇത് നമ്മുടെ ഇരിക്കുന്നത് ഫസ്റ്റ് ജെൻ NS ആണ്, നമ്മുടെ ലേറ്റസ്റ്റ് 43 PS വണ്ടിയല്ല. ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചു, ആ 43 PS വണ്ടി കിട്ടാനില്ല. ഇത് വെച്ചിട്ട് നമുക്ക് പുതിയതിൻ്റെ വിശേഷം പറയാം എന്ന് ഞാൻ വിചാരിച്ചു. സോ ഇന്നത്തെ വീഡിയോയിൽ ഈ വണ്ടിനെ പറ്റിയല്ല നമ്മൾ പറയുന്നത്, പുതിയ ആ ഒരു ജെൻ 2 NS 400 പറ്റിയാണ് പറയുന്നത്. സോ ഡോണ്ട് വെറി, നമ്മൾ പഴയ വണ്ടി ജസ്റ്റ് റെഫറൻസിന് എടുത്തുന്നുള്ളൂ. ബിഗ് താങ്ക്സ് ടു പോപ്പുലർ ബജാജ് എളംകുളം. ഇവരാണ് ഒരു വണ്ടി നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് തന്നത്. ഓ മാൻ. അപ്പോൾ ഞാൻ വണ്ടി എവിടെ കൊണ്ട് നിർത്തിയിട്ട് ബാക്കി വിഷയം പറഞ്ഞുതരാം. അപ്പോൾ NS 400 സീനെ പറ്റി എന്താ പറയുക, നമ്മുടെ ബജാജിൻ്റെ രണ്ടാമത്തെ 400cc ബൈക്കാണ് ഫസ്റ്റ് 400cc പൾസർ. സോ ഒരുപാട് ആൾക്കാർക്ക് ഒരേ സമയം ഡിസപ്പോയിൻറ്റും എക്സൈറ്റഡ് ആക്കിയ ഒരു വണ്ടിയാണ്. എക്സൈറ്റിംഗ് ആക്കാനുള്ള റീസൺ ഇതിൻ്റെ ഒരു പ്രൈസ് തന്നെയാണ്. ഐ തിങ്ക് നിലവിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടും ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ടുള്ള 400cc ആണ് നമ്മുടെ ബജാജിൻ്റെ 400c എന്ന് പറയുന്നത്. നമ്മുടെ ഒരു 250cc വണ്ടികളുടെ വിലയ്ക്കാണ് ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി നമുക്ക് ബജാജ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പുതിയ NS 400 എന്തൊക്കെ മാറ്റം വന്നു അങ്ങനെ തുടങ്ങാം. 400 വന്ന ഫസ്റ്റ് മാറ്റം എന്ന് പറയുന്നത് ബ്രേക്സ് ആണ്. പ്രീവിയസ്ലി ഇതിൽ ഓർഗാനിക് ബ്രേക്ക് പാഡ് ആയിരുന്നു. അത് ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു, ബ്രേക്ക് ഫീൽ ഇല്ല, ബ്രേക്ക് ഫെയ്ഡ് ഇഷ്യൂ വരുന്നു, ഭയങ്കര പ്രോഗ്രസീവ് ആണ്, അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞു. അത് ബജാജ് കേട്ടിട്ട് ഇപ്പോൾ ഓർഗാനിക്കിൽ നിന്ന് സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആയിട്ട് മാറ്റിയിട്ടുണ്ട്. സോ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓർഗാനിക് ബ്രേക്ക് പാഡ് എന്ന് പറയുന്നത് ഇപ്പോൾ മെയിൻലി റബ്ബർ, റെസിൻ അങ്ങനെ കുറച്ചും കൂടി ചീപ്പായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്. മെയിൻലി അഫോർഡബിലിറ്റിക്ക് വേണ്ടിയാണ്. ഒട്ടുമിക്ക എല്ലാ വണ്ടികളും, അതായത് ഒരു കമ്പ്യൂട്ടർ ബൈക്ക് അല്ലെങ്കിൽ എല്ലാ വണ്ടികളും തന്നെ ഓർഗാനിക് ബ്രേക്ക് പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. 400cc എബോ വണ്ടികൾക്ക് മാത്രമാണ് ഇപ്പോൾ ഒരു സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെറ്റീരിയൽ കുറച്ചും കൂടി ഹാർഡാണ്. യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ കോപ്പർ, ബ്രോൺസ്, മെറ്റൽസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ കുറച്ചും കൂടി ഹാർഡായിട്ടുള്ള പാഡ്സ് ആയിരിക്കും. വൈറ്റ് ആദ്യം കുറവായിരിക്കും, ബട്ട് ഇനിഷ്യലി ഇത് ചൂടായി വരുമ്പോൾ ഉണ്ടല്ലോ നന്നായിട്ട് പെർഫോം ചെയ്യും. ബ്രേക്ക് ഫീലൊക്കെ അടിപൊളിയായിരിക്കും. ബ്രേക്ക് ഫീൽ പെട്ടെന്ന് ഫെയ്ഡ് ആവില്ല. അതാണ് ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു ഓർഗാനിക് ബ്രേക്ക് പാഡ് ഉണ്ടല്ലോ, ഇവഞ്ച്വലി നിങ്ങൾ ലോങ് റൈഡ് പോയിട്ടുള്ളവർക്ക് ശരിക്കും അറിയാൻ പറ്റും. നിങ്ങൾ ആദ്യം ഒരു 50 km ഓടിക്കുന്ന ബ്രേക്ക് ഫീൽ ആയിരിക്കില്ല പിന്നീട് ഒരു 50 km ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബ്രേക്ക് ഫീലൊക്കെ നിങ്ങൾ പയ്യെ കുറയാൻ തുടങ്ങും. അത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ ടയർഡായി നമ്നെസ് ആയതിൻ്റെ അല്ല, അത് ബ്രേക്ക് ഫീൽ കുറയുന്നതാണ്. സോ അത് സോൾവ് ചെയ്യാനായിട്ടാണ് സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് യൂസ് ചെയ്യുന്നത്. സോ ഇത്ര അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് എല്ലാവരും ഇത് യൂസ് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോസ്റ്റ് തന്നെയാണ്. ഇതിന് കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമുക്ക് നോർമൽ വണ്ടിക്കൊക്കെ ഈ ഒരു സിൻഡേഡിലേക്ക് സ്വിച്ച് ചെയ്യാം. കോസ്റ്റ് വ്യത്യാസം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർഗാനിക്ക് 300-400 രൂപ കിട്ടും. സിൻഡേഡ് ആകുമ്പോഴത്തേക്കും 1000+ 1200 ആ ഒരു ലെവലിലേക്ക് വില വരും. സോ പുതിയ NS 400cയിൽ നമുക്ക് ഫ്രണ്ടും ബാക്കും ഇപ്പോൾ സിൻഡേഡ് ബ്രേക്ക് പാഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ബ്രേക്ക് കാലിപ്പേഴ്സ് ആർ ഫ്രം ഗ്രമേക്ക. ഗ്രമേക്ക എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ബ്രാൻഡാണ്. എൻഡൂറൻസ് മേടിച്ചു. സോ ബജാജ് എപ്പോഴും എൻഡൂറൻസിൽ നിന്നാണ് പാർട്സ് ഒക്കെ സോഴ്സ് ചെയ്യുന്നത്. സോ അവർ ആ ഒരു ഗ്രമേക്ക കാലിപ്പർ ഇതിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഗ്രമേക്ക ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത് N250, F250 എന്ന് പറഞ്ഞ വണ്ടികളായിരുന്നു. പിന്നീട് NS 400, പിന്നെ ഇപ്പോൾ RS-ലൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, രണ്ടാമത്തെ ആൻഡ് മെയിൻ മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എഞ്ചിൻ തന്നെയാണ്. യെസ്, ഇവിടെയാണ് അവർ ശരിക്കും പണിതത്. NS 400cയുടെ ഏറ്റവും വലിയൊരു പരാതി എന്ന് പറയുന്നത്, ഈവൻ ദോ ഒരു 400cc ആണെങ്കിലും ഇറ്റ് ഫെൽറ്റ് മോർ ലൈക്ക് ആൻ അഗ്രസീവ് 350 ദാൻ എ പ്രോപ്പർ 400. 400 ഒരു ഫീൽ കിട്ടുന്നില്ല. സംതിങ് മിസ്സിംഗ്. ഒരു പഞ്ച്. 4 മോഡ്സ് വരുന്നുണ്ട്: ഓഫ് റോഡ്, റോഡ്, റെയിൻ, സ്പോർട്ട് എന്നിങ്ങനെ 4 മോഡ് വരുന്നുണ്ട്. ഈവൻ സ്പോർട്ട് മോഡിൽ ഇട്ടിട്ട് കൂടി ഒരു അഗ്രഷൻ മിസ്സിംഗ് ആണെന്ന് എല്ലാവരും കംപ്ലൈന്റ് പറഞ്ഞു. സോ അത് ബജാജ് കേട്ടിട്ട് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിൻ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതിപ്പോൾ കാസ്റ്റ് അയൺ ആണ്, അത് മാറ്റിയിട്ട് അവർ ഐ തിങ്ക് അലുമിനിയം തോന്നിപ്പ് യൂസ് ചെയ്യുന്ന നിക്കസിൽ കോട്ടിംഗ് ഉള്ള ബോർ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് ഓൾസോ പിസ്റ്റൻസ് മാറ്റി, കാസ്റ്റ് പിസ്റ്റൻസ് മാറ്റിയിട്ട് ഇപ്പോൾ ഫോർജ്ഡ് പിസ്റ്റൻസ് ആക്കിയിട്ടുണ്ട്. സോ ലൈറ്റർ പിസ്റ്റൻസ് ആണ്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യും. അതുകൂടാണ്ട് തന്നെ നിക്കസൽ കോട്ടിംഗ് ബോറിലുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷൻ കുറവായിരിക്കും, കമ്പാരിറ്റീവ്ലി കൂളിംഗ് ഉള്ളതായിരിക്കും, പിന്നെ കുറച്ചും കൂടി ഹയർ ആയിട്ട് റെവ് ചെയ്യാൻ പറ്റും. യെസ്, ഈ ഫോർജ്ഡ് പിസ്റ്റൻ യൂസ് ചെയ്യുന്ന മെയിൻ അഡ്വാൻറ്റേജ് അതാണ്, നമുക്ക് കുറച്ചും കൂടി ഹയർ ആയിട്ട് റെവ് ചെയ്യാം. സോ കുറച്ച് മോർ പെർഫോമൻസ് വിത്തൗട്ട് ട്രാക്കിംഗ് ദാറ്റ് പിസ്റ്റൺ. അത് തന്നെയാണ് ബജാജ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സ് യെസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിക്കസൽ കോട്ടിംഗ് ആൻഡ് ദിസ് ഫോർജ്ഡ് പിസ്റ്റൻസ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബട്ട് ബജാജിന് എങ്ങനെ ചെയ്യാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് KTM അവർ ഓൾറെഡി യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയത്. സോ പവർ കൂടി 40 PS നിന്ന് 43 PS ആയിട്ട് കൂടി. ബട്ട് ടോർക്ക് റിമെയിൻ സെയിം. ഞാൻ പറഞ്ഞു, ഇത് ഫോർജ്ഡ് പിസ്റ്റൻസ് എന്ന് പറയുന്നത് പവറിനാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലാണ്ട് ടോർക്കിന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. നമുക്ക് എളംകുളം ബജാജിൽ 3 പഴയ വണ്ടി ഇരിക്കുന്നുണ്ട്. ഈ ഒരു മോഡൽ ഇരിക്കുന്നത് പഴയെന്ന് പറയാൻ പറ്റില്ല, 2025 മാനുഫാക്ചർ ആണ്. സോ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യുക. ഏകദേശം 20,000 രൂപീസിന്റെ ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. അവരെ നമ്പർ താഴെ കൊടുത്തേക്ക്, ചോദിച്ചാൽ മനസ്സിലാവും. ഇതിന് റൈഡ് ബൈ വയർ ആണ് അവർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ റൈഡ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസോളിൽ പുതിയൊരു ടെക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ക്വിക്ക് ഷിഫ്റ്റർ ആണ്, ബട്ട് പ്രോപ്പർ ക്വിക്ക് ഷിഫ്റ്റർ അല്ല. ഒരു പ്രോപ്പർ ക്വിക്ക് ഷിഫ്റ്ററിന് ശരിക്കും നമുക്ക് പ്രഷർ സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ ഈസി ആയിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾ ഷിഫ്റ്റുള്ള വണ്ടി കണ്ടാൽ മനസ്സിലാവും, ഇവിടെ വയേഴ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പ്രഷർ സെൻസർ ആണ്. സോ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. സോ ബജാജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ ക്ലെവർ ആണ്.
ആണ്, വളരെ ഇംപ്രസീവ് ആണ്. അവർ യൂസ് ചെയ്ത് എന്തിനാണ് ഈ പ്രഷർ സെൻസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്? നമ്മുടെ അവിടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇല്ലേ, അത് വെച്ചിട്ട് എന്തുകൊണ്ട് ഇഗ്നിഷൻ കട്ട് ചെയ്ത് വിടാം? യെസ്, നമ്മൾ ഓരോ ഗിയറിലേക്ക് മരുന്നേക്കും ഈ ഒരു ഇഗ്നിഷൻ കട്ട് ചെയ്ത് ക്ലച്ച്ലെസ് ആയിട്ടുള്ള അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും കിട്ടും. അതാണ് ബജാജ് ചെയ്തത്, വിച്ച് ഈസ് വെരി ക്ലെവർ. അതുകൊണ്ട് തന്നെ ദിസ് ഇസ് മോർ ഓഫ് എ സോഫ്റ്റ്വെയർ. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈസ് ഒരുപാട് കൂട്ടാണ്ട് തന്നെ അവർക്ക് ക്വിക്ക് ഷിഫ്റ്റ് പോലെ ടെക് ഈ വണ്ടിക്ക് കൊണ്ടുവരാൻ പറ്റി. ബട്ട് ബജാജ് അതിനെ വിളിക്കുന്നത് സ്പോർട്ട് ഷിഫ്റ്റ് എന്നാണ്. ഞാൻ പറഞ്ഞ ഈ വണ്ടിക്ക് 4 മോഡ് വരുന്നുണ്ട്. ഇതിൽ ഏറ്റവും ടോപ്പ് മോഡൽ സ്പോർട്ടിൽ മാത്രമേ നമുക്ക് സ്പോർട്ട് ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ പറ്റുള്ളൂ, വിച്ച് ഇസ് ഒരേ സമയം നൈസ് ആണ്, ഒരേ സമയം ബാഡും ആണ്. കാരണം എനിക്ക് ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ഒന്ന് ക്ലച്ച്ലെസ് ആയിട്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്ത് ഓടിക്കണം. ബട്ട് ഞാൻ മൈലേജിന് വേണ്ടി വണ്ടി റെയിൻ മോഡ് ഇട്ടേക്കുന്നത്, സോ എനിക്ക് അപ്പം യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം സ്പോർട്ട് മോഡിൽ മാത്രമേ ഇതിന്റെ പവർ ഷിഫ്റ്റ് സ്പോർട്ട് ഷിഫ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളൂ. ബട്ട് അപ്രീഷിയേറ്റ് ചെയ്യണമല്ലോ, നല്ല ക്ലെവർ ഫീച്ചർ ആണ്. ആരും ആ രീതിയിൽ ചിന്തിച്ചില്ല, അതാണ് എന്നെയൊക്കെ ഭയങ്കരമായിട്ട് ഇംപ്രസ് ചെയ്തത്. ഓക്കെ, പിന്നത്തെ ഒരു മാറ്റം, മൂന്നാമത്തെ ആൻഡ് ഫൈനൽ മാറ്റം എന്ന് പറയുന്നത് ഇതിന്റെ ടയേഴ്സ് ആണ്. പ്രീവിയസ്ലി അഗൈൻ ആൾക്കാർ കംപ്ലൈന്റ് പറഞ്ഞതാണ് 400cc 150cc ടയർ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലൈന്റ് പറഞ്ഞു. കാരണം ടയേഴ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എത്ര cc ആണ്, എത്രയൊക്കെ പവർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ ആ പവർ റോട്ടിലേക്ക് പുട്ട് ചെയ്യുന്നത് ഈ 2 ടയറും അത്രയും വലിയ അത്രയുള്ള കോണ്ടാക്ട് ആണ്. സോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടയർ അല്ലെങ്കിൽ പോയില്ലേ. സോ ഈ MRF റെപ്സ് എന്ന് പറഞ്ഞ ടയർ മാറ്റിയിട്ട് ഇപ്പോൾ അപ്പോളോ ആൽഫ H1 റേഡിയൽ ടയേഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. പ്രീവിയസ്ലി പ്രിയർ മാത്രമേ റേഡിയൽ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ഫ്രണ്ടും ബാക്ക് റേഡിയൽ ആയിട്ടുണ്ട്. ഫ്രണ്ടിലും 110 സെക്ഷൻ ടയർ തന്നെയാണ്. പ്രീവിയസ്ലി 110 ആയിരുന്നു, ഇപ്പോൾ 110 അപ്പോളോ ആയിട്ടുണ്ട്. ബാക്കിൽ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 140 ആയിരുന്നു നേരത്തെ, ഇത് കിടക്കുന്നത് 140 ആണ്. ഇത് അവർ മാറ്റിയിട്ട് അപ്പോളോ ആൽഫ H1 150 സെക്ഷൻ ടയർ ആക്കിയിട്ടുണ്ട്. ഇത്രയൊക്കെ മാറ്റമാണ് ബജാജ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നത്. അല്ലാണ്ട് വിഷ്വലി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കളർ ചേഞ്ച് പോലും ബജാജ് കൊണ്ടുവന്നിട്ടില്ല. മോർ ലൈക്ക് ബഗ് ഫിക്സ്. നമ്മൾ സോഫ്റ്റ്വെയർ ഒക്കെ ഇറക്കൂലേ, അപ്പോൾ ബഗ് ഫിക്സ് ചെയ്യില്ലേ, അതുപോലെയാണ്. വണ്ടി എങ്ങനെയായിരുന്നു ആദ്യം ഇറങ്ങണ്ടേ ആ ഫോമിലേക്ക് ഇപ്പോൾ രണ്ടാമത് അപ്ഡേറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളത് ഒന്ന് കമന്റ് ഇടാം. ഐ തിങ്ക് ആബ്സല്യൂട്ട് വാല്യൂ ഫോർ മണി പെർഫോമൻസ് വൈസ് മാത്രം നോക്കുമ്പോഴത്തേക്കും. ഗൈസ്, ഞാൻ ജസ്റ്റ് വണ്ടിയിൽ കയറി എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. സോ ഇതാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള ലുക്ക്. വണ്ടിയുടെ സീറ്റ് ഹൈറ്റ് വരുന്നത് 807 mm ആണ്. ഐ തിങ്ക് NS200 സെയിം ആണെന്ന് തോന്നണേ. സോ ഇതാണ് ഞാൻ കയറുന്നിട്ടുള്ള വ്യൂ. എനിക്ക് കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ഫുഡ് എന്ന് പറയാൻ പറ്റില്ല, കാരണം സീറ്റിൻ്റെ ഈ ഭാഗം കുറച്ച് വൈഡറാണ്. അതുകൊണ്ട് പാൻറ് കുറച്ച് ടൈറ്റാണ്. പാൻറ് ടൈറ്റ് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഫുട്ട് ആയിരിക്കും. ഹാൻഡിൽ ഒടുക്കത്തെ അപ്രൈറ്റ് അല്ല, അതിൽ കുറച്ചൊന്ന് സ്പോർട്ട് ആണ്. നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാവും, കുറച്ചൊന്ന് അഗ്രസീവ് ആണ്. അവിടെ ഇറങ്ങിയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇതാണ് വണ്ടിയുടെ റൈഡിങ് പോസ്റ്റർ എന്ന് പറയുന്നത്. സി, നമ്മൾ ഈ ഒരു സ്ട്രീറ്റ് ഫൈറ്റർ വണ്ടികളിലൊക്കെ ഇരിക്കില്ലേ, ആ ഒരു ലെവൽ അഗ്രഷൻ ഈ വണ്ടിയിൽ നിന്ന് വരുന്നുണ്ട്. സോ ഇതാണ് വണ്ടിയുടെ ഒരു ലുക്ക്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഒറ്റയ്ക്കൊക്കെ നിർത്തിടുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ഇതാണ് ആ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ജസ്റ്റ് ഹെഡ്ലൈറ്റ് ഓണായി കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് പറഞ്ഞൂടാ, കാണാൻ പറ്റുന്നുണ്ടോ? സി പാസ്. ഓൾറൈറ്റ്, വണ്ടിക്ക് വെയിറ്റ് വരുന്നത് 174 കിലോ ആണ്, വിച്ച് ഈസ് ഡോമിനാർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം 15 കിലോളം കുറവുണ്ട്. നമ്മുടെ സ്പീഡ് 400 ഇല്ലേ, അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഐ തിങ്ക് 5 kg ലൈറ്റർ. ഡ്യൂക്ക് 390 ആയിട്ട് ഐ തിങ്ക് ഓൾമോസ്റ്റ് സിമിലർ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ കൃത്യമായിട്ടുള്ള താഴായിട്ട് കാണിച്ചു തരാം. സോ ഗായ്സ്, ഞാൻ ജസ്റ്റ് വണ്ടിയുടെ എക്സോസോട് കേൾപ്പിച്ച് തരാം. വണ്ടിയുടെ പെട്രോൾ കുറവാണ്, സോ ഒരുപാട് റിവ്യൂ ചെയ്യാൻ പറ്റില്ല. ഈ വണ്ടിക്ക് നമുക്ക് ഒരു കൺവെൻഷൻ ആയിട്ടുള്ള സ്ലിപ്പ് ഓൺ ഇല്ല, 100 ബെല്ലി എക്സോസ് ആണ്. സോ കേട്ടു നോക്കുക. ഭയങ്കര ബേസിയറാണ് കേട്ടോ, കുടു എന്ന് പറയണേ. പൊളിച്ച് ഓൾറൈറ്റ്. സോ അതാണ് ഇതിൻ്റെ എക്സോസിനോട് സിറ്റുവേഷൻ. പിന്നെ വണ്ടിക്ക് ഞാനിപ്പോൾ ശ്രദ്ധിച്ച് സെൻട്രൽ സ്റ്റാൻഡ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സ്വിങ്ങാൻ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ, കുറച്ചും കൂടി ഷോർട്ടറാണ്. അവർ അലുമിനിയം സ്വിങ്ങാൻ കാര്യങ്ങളൊന്നും കൊടുത്തില്ല, കോസ്റ്റ് കട്ടിങ് അഗെയിൻ. സോ ഇതിൻ്റെ വീൽ ബേസ് ടോട്ടലി നമ്മുടെ NS200-ലും വീൽ ബേസ് കുറവാണ്. സോ കുറച്ചും കൂടി ഷാർപ്പറായിരിക്കും. ഇതിൻ്റെ റേക്ക് ആംഗിളും കുറച്ച് അവർ കുറച്ചിട്ടുണ്ട്. സോ വണ്ടി കുറച്ചുകൂടി ഷാർപ്പാണ്, ഈവൻ ഷാർപ്പർ ദാൻ ഡ്യൂക്ക് 390. അതുകൊണ്ടാണ് ആ സ്വിങ്ങാം ഷോട്ട് ചെയ്തത്. പിന്നെ നമുക്ക് ബാക്കിൽ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോഷോക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു 230mm ഡിസ്ക് ഉണ്ട്. പിന്നെ ബാക്ക് സീറ്റ് കുറച്ച് സ്റ്റെപ്പ് ആണ് നമ്മുടെ NS200 പോലെ. ബട്ട് സീറ്റ് മെറ്റീരിയൽ പറയണം കുറച്ചൊന്ന് സോഫ്റ്റർ ആയിട്ടുള്ള സീറ്റ്സാണ്. നമ്മുടെ NS200 എക്സാക്ട് സെയിം ആയിട്ടുള്ള സീറ്റ്സാണ് വരുന്നത്. പിന്നെ സെക്കൻഡ് LED ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു സാരി കാർഡൊക്കെ കാണാം. അങ്ങനെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട്. പിന്നെ ഇതിന് നമുക്ക് കൊച്ചിയിൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഞാൻ പറഞ്ഞു ഒരു 3 മോഡൽ 2025 ഫസ്റ്റ് ഹാൻഡ് ഇരിക്കുന്നുണ്ട്. അതിനാകുമ്പോഴത്തേക്കും നമുക്ക് 20,000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. സോ 2.37 ലാഖിന് നമുക്ക് വണ്ടി നിങ്ങൾക്ക് ഇറക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ
ഇവരൊന്ന് കോൺടാക്ട് ചെയ്യുക. അതല്ല പുതിയ മോഡൽ നമ്മുടെ 2025 തന്നെ Gen 2 അല്ലെങ്കിൽ UG ആ ഒരു മോഡൽ നിങ്ങൾ ഇറക്കുവാണെങ്കിൽ ഏകദേശം 2.57 വരും. നിങ്ങൾക്ക് ഏകദേശം ഒരു 50,000 ഒക്കെ ഡൗണൊക്കെ അടിച്ചിട്ട് ഇറക്കാം. നമുക്കൊരു മന്ത്ലി ഒരു 6,000 7,000 ഇടയ്ക്കാണ് വരുന്നത്. അത് നിങ്ങൾ 650 അടയ്ക്കുമ്പോഴാണ് നിങ്ങൾ കയറ്റി അടച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇതൊക്കെ കുറയും. ഇത് എങ്ങനെയുള്ളവർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു അഗ്രസീവായിട്ടുള്ള അല്ല, ഡ്യൂക്ക് 390 അത്ര അഗ്രസീവ് അല്ല, എന്നാലും കുറച്ചൊന്ന് അഗ്രസീവായിട്ടുള്ളൊരു വണ്ടി നോക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻ ഷിക്കൻ പോലത്തെ നമ്മുടെ അതിരപ്പള്ളിയോ അല്ലെങ്കിൽ വാൽപ്പാറ അങ്ങനത്തെ ഉള്ള റോഡിലൊക്കെ അടിച്ച് പൊളിച്ച് ഓടിക്കാൻ ഒരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നോക്കാവുന്ന ഒരു വണ്ടി തന്നെയാണ്. വിത്തൗട്ട് സ്പെൻഡിങ് ഫോർച്യൂൺ ഓഫ് മണി, ലൈക്ക് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി വേണ്ട, ഒരുപാട് സ്പെൻഡ് ചെയ്യാനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ NS400 എന്തുകൊണ്ട് ചൂസ് ചെയ്യുന്നതാണ്. ബട്ട് എന്നും വിചാരിച്ച് വണ്ടി ചീപ്പ് എന്നല്ല പറയുന്നത്. വണ്ടി അത്യാവശ്യം മെയിൻ്റെയിൻ സർവീസ് കോസ്റ്റൊക്കെ ഒരു 2,500 3,000 ആ ലെവലിലേക്ക് വരും. യെസ്, അഗൈൻ അതൊരു RR310 അല്ലെങ്കിൽ RTR 310 അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കുറവാണ്. സോ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. കുറച്ച് അഫോർഡബിൾ ആണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ. സ്പെയർ ആണെങ്കിലും അഫോർഡബിൾ ആണ്. നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ട് ഇടിച്ച് കയറ്റിയാലും ഒരു ഇഷ്യൂ ഇല്ല. കാരണം ഇതൊക്കെ NS200 ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കോസ്റ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെയാണ് വണ്ടിയുടെ മൊത്തത്തിലുള്ള വിശേഷങ്ങൾ. നിങ്ങൾ ഈ വണ്ടി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക, ആ പുതിയതിൻ്റെ പ്രൈസ് ഒന്ന് പറയുക എന്ന് ഉദ്ദേശിച്ചുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഇവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. പുതിയ വണ്ടി വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി ചെയ്യാം. ആ ഒരു 2025 Gen 2 UG വരുവാണെങ്കിൽ എന്തായാലും ചെയ്യാം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അത്രയൊക്കെ തന്നെയുള്ള വീഡിയോ. അടുത്ത വീഡിയോ കാണുന്നത്. ബൈ, ചിയേഴ്സ്.